അപ്പോൾ ഇതാ ഇതേപോലെ ജംഗ്രിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഗിയർ വയറിൽ മാത്രമല്ല, നമുക്ക് ഇലാസ്റ്റിക് വയർ, അതുപോലെ തന്നെ നൈലോൺ ത്രെഡ്, ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ചെയ്തെടുക്കുന്ന ആ മോഡൽ തന്നെ ഇതും ചെയ്യാൻ പറ്റും. ചെയിനൊക്കെ കൊടുത്ത് ഇടയിൽ നമ്മൾ ഇതിൻ്റെ ലോക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ തന്നെ നമുക്കിതും ചെയ്തെടുക്കാൻ പറ്റും. വാച്ചും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വാച്ച് നമ്മൾക്ക് കയ്യിലിടുന്ന മാത്രമല്ല, നമ്മൾ മാലേൻ്റെ അതേ ഇതിൽ ചെയ്താൽ നമുക്ക് മാല എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ ചെയ്താൽ ഇത് മാലയാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ശേഷം ഞാൻ ഓപ്പോസിറ്റ് ഞാൻ ഇത് ചെയിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ചെയിൻ കൊടുക്കാം. പിന്നെ നമ്മളിപ്പം ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ ഒരു മോഡൽ നമ്മൾ പഠിച്ചെടുത്താൽ തന്നെ നമുക്കതിൽ വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ മാല ചെയ്തില്ലേ, മാല ചെയ്ത അതേപോലെ തന്നെ വൺ സൈഡ് നമ്മൾ ആ ഒരു ലെവലിൽ ആ ഒരു ഫ്ലവർ മോഡലും ചെയ്ത് ഒരു ഭാഗത്ത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആ ഒരു തീമിലും ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലുള്ള ജംഗ്രിങ്സ് കൊടുക്കുന്നുണ്ട്. ജംഗ്രിങ്സ് ഒന്ന് അകത്തി കൊടുക്കുക, നോസ് പ്ലെയർ വെച്ച് അകത്തി കൊടുക്കുക. പിന്നെ ജംഗ്രിങ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മളത് നോസ് പ്ലെയർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കാരണം നോസ് പ്ലെയർ വെച്ചിട്ട് ഇത് ടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കണമെങ്കിൽ നോസ് പ്ലെയർ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ജംഗ്രിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയിൻ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് നാത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ വേണ്ട. നമ്മൾ എത്രയാണോ പേളിൻ്റെ അളവ് എടുത്തത് ആ ഒരു അളവിൽ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരു കുട്ടികളുടെയൊക്കെ കയ്യിൽ കണക്കായിട്ട് എടുത്തിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ ചെയിൻ ചെയ്തെടുത്ത് നാത്തില്ലാതെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയിൻ കുറച്ച് അധികം എടുത്താൽ മതി. ഞാൻ ഇത്രയും ചെയിൻ എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയിൻ കുറച്ച് അധികം ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എസ്കോളത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ഇതെടുത്തിട്ടില്ല, കുറച്ച് അധികമായിട്ട് ചെയിൻ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിലോട്ടേക്ക് നെക്ലസ് കൊളത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എസ്കോളത്ത് ഇട്ട് കൊടുക്കാം. എസ്കോളത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇനി ചെയിനിലോട്ടേക്ക് ജംഗ്രിങ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയ ഹോളുള്ള ചെയിനാണ്, അതുകൊണ്ട് തന്നെ ജംഗ്രിങ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മെയിൻ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാം. അതിൽ നമുക്ക് ഒരുപാട് മോഡൽസ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ഞാനിപ്പോൾ ഈ ഒരു തീമായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണോ ഏത് പേളാണോ എടുക്കുന്നത് ആ ഒരു ഇതിലെടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഐപ്പിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ആ ചെയിൻ്റെ എൻഡ് ഭാഗത്ത് ഇട്ടിട്ട് ഐപ്പിനൊന്ന് നോസ് പ്ലെയർ വെച്ച് വളച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ശരിക്കും ഈ പേളിനെക്കാട്ടി ഒന്നും കൂടി ഇതൊരു ചക്രം മോഡലല്ലേ വരുന്നത്, ബട്ടൺസ് മോഡൽ. അപ്പോൾ അതിനെക്കാട്ടി ഒന്നും കൂടെ കാണാൻ ലുക്ക് ഉണ്ടാവാൻ നമ്മൾ റൗണ്ട് പേൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് പേൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൽ ഈ നാത്ത് പോലെ വേണ്ടാന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ കറക്റ്റായിട്ട് തന്നെ മുറിച്ചെടുക്കാം. അതെല്ലാം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേളാന്ന് രണ്ട് ഭാഗത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക, ചെയിനാന്ന് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നമ്മുടെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു.
ഫ്രീ ക്ലാസ്സുകൾ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കുകൾ, ഫോട്ടോസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്ത് തരണം.